സംഘടനയായ അമ്മയുടെ ഓഫീസ് മുറികൾക്കുള്ളിൽ കേട്ട അധിക്ഷേപങ്ങളും പോരുകളും ഒടുവിൽ കേരളത്തിൽ വലിയ ഒരു നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറിയ കഥ നമ്മൾ ആരും തന്നെ ഇതുവരെ മറന്നിട്ടില്ല. ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ നൽകിയ അധിക്ഷേപ പരാതി കേൾക്കാൻ സംഘടന അവസാനം തയ്യാറായതും പിന്നീട് നടന്ന നാടകീയമായ വഴികളും ഇപ്പോൾ ഒരു ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ്. നടൻ ടിനി ടോം തന്നെ ജിഹാദി എന്നും മത തീവ്രവാദി എന്നും വിളിച്ച് അധിക്ഷേപിച്ചെന്നും ലൈംഗിക ചുവയുള്ള കഥകൾ പടച്ചുവിട്ടെന്നും വ്യക്തമാക്കി അൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോലീസിനും സംഘടനയ്ക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ജൂൺ 1-നും 3-നും ഇടയിൽ തെളിവുകൾ സഹിതം ഹാജരാകാൻ അമ്മ അൻസിബയോട് ആവശ്യപ്പെടുകയും തങ്ങൾ അൻസിബയെ കേൾക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ സംഘടനയ്ക്ക് ഇതിനായി അൻസിബ നൽകിയ മറുപടി നാടകീയമായിരുന്നു. തനിക്ക് നീതി ലഭിക്കണമെങ്കിൽ MLA ആയ രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി എന്നിവരെല്ലാം അടങ്ങുന്ന ഒരു നിഷ്പക്ഷ സമിതി തന്നെ പരാതി കേൾക്കണം എന്ന നിബന്ധന അൻസിബ മുന്നോട്ട് വെച്ചു. അൻസിബയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോയ പരാതികളും അമ്മയ്ക്കുള്ളിൽ വലിയ വിസ്ഫോടനങ്ങളാണ് സൃഷ്ടിച്ചത്. കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടത്തോടെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. പോലീസിൽ നൽകിയ പരാതി അന്വേഷിച്ച കടവന്ത്ര പോലീസ് തെളിവില്ലെന്നും കേവലം കേട്ട് കേൾവി മാത്രമാണെന്നും പറഞ്ഞ് പരാതി തള്ളി ടിനി ടോമിന് ക്ലീൻ ചിറ്റ് നൽകാൻ ശ്രമിച്ചതോടെ വിഷയം അവിടെ തീർന്നു എന്നാണ് പലരും കരുതിയത്. എന്നാൽ കളി അവിടെയും തീർന്നില്ല. പോലീസിന്റെ ഈ നിലപാടിനെതിരെ അൻസിബ നേരെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അപൂർണമാണെന്ന് കണ്ടെത്തിയ കോടതി പോലീസിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ടിനി ടോമിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതോടെ പരാതി എടുക്കാൻ മടിച്ച അതേ കടവന്ത്ര പോലീസിന് കോടതി ഉത്തരവ് പ്രകാരം ടിനി ടോമിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, വർഗീയ അധിക്ഷേപം എന്നീ ഗുരുതര വകുപ്പുകൾ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. സംഘടനയ്ക്കുള്ളിൽ പരാതി മുക്കാനും ഒതുക്കാനും നോക്കിയവർക്ക് മുന്നിൽ സമിതി രൂപീകരിക്കാനും കോടതി കയറി FIR ഇടുവിക്കാനും ഉറച്ചു നിന്ന അൻസിബയുടെ നിയമ പോരാട്ടം സിനിമാ ലോകത്ത് ആരാധകർക്കിടയിലും വൻ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ടിനി ടോമിനെതിരെയുള്ള കോടതിയുടെ ഈ കടുത്ത ഉത്തരവിനെയും അമ്മയിലെ ഈ നാടകീയ സംഭവങ്ങളെയുമെല്ലാം കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അമ്മയുടെ നടപടികൾ നീതിപൂർവമായിരുന്നു? ഇപ്പോൾ അമ്മയിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിശയമില്ല. എന്തു തന്നെയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റുകളായി രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ, പേജ് 3 ചൂടൻ വിശേഷങ്ങൾ ഇവയെല്ലാം അറിയാനായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.